പോലീസുകാരെ കാണിക്കുന്നേ? ഇങ്ങനെയാണോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നേ? അത് ഒരു പ്രായമായ സ്ത്രീയല്ലേ? ഒന്നുമില്ലെങ്കിലും അവരുടെ പ്രായത്തിനെങ്കിലും ഒന്ന് മാനിച്ചൂടെ? മോളെ, അതാരാണെന്ന് മോൾക്ക് മനസ്സിലായോ? ഇല്ല. ആരാത്? അമ്മ പറയാറില്ലേ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഒരു സ്ത്രീയെ കുറിച്ച്? അവരാണത്. അവരിങ്ങനെയൊന്നും ദ്രോഹം ചെയ്യുന്ന ആളല്ല. ഞങ്ങള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം. നോക്കമ്മ, താഴെ വീണ സ്ത്രീ പോലീസുകാര് വലിച്ചഴിച്ചോണ്ടാ പോകുന്ന. ഈശ്വര, രാജീവാണല്ലോ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസുകാർ എന്തിനാ അവരോട് ഈ ക്രൂരത കാണിക്കുന്നത്? പോലീസുകാരല്ലെങ്കിലും മനുഷ്യത്വം ഇല്ലാത്തവരാണല്ലോ. രാജീവും അങ്ങനെയുള്ള ഒരാളാണോ? അത് പിന്നെ അവന്റെ ജോലിയല്ലേ. ആളുകൾ ബഹളം ഉണ്ടാക്കുമ്പോ അവന് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ വേണ്ടിയാ കമല പഴങ്കഞ്ഞിക്കട തുടങ്ങിയത്. പാവം. എന്നോട് ആ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞിരുന്നു. ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് അവിടെ ചെന്ന് പഴങ്കഞ്ഞി കുടിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു. കഷ്ടമായിപ്പോയി. രണ്ടുപേർക്ക് സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത്? ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന രണ്ടുപേരെ കുറിച്ച് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട്. പഴങ്കഞ്ഞിക്കട നടത്തിയ കമല എന്ന സ്ത്രീയുടെ മരുമകൻ സച്ചി എന്ന സച്ചിദാനന്ദനാണ് ഒരാൾ. മറ്റൊരാൾ നാട്ടുകാരനായ വക്കച്ചൻ. ഇയാളല്ലെന്ന് ഗൂഗിളിന്റെ കൂടെ ഹോസ്പിറ്റലിലെ ഭാര്യ അന്വേഷിച്ചു വന്നത്? അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കമലയുടെ മരുമകനായിരുന്നോ? ഈശ്വര, ഈ സച്ചിയുടെ കാര്യത്തിലാ കമലയുടെ ദുഃഖം മുഴുവൻ. അതെന്താ? കമലയുടെ മോളെയും കുഞ്ഞിനെയും കാണാതായിട്ട് വർഷങ്ങൾ ഒരുപാടായി. അന്നു മുതൽ സച്ചി ഭാര്യയും കുഞ്ഞിനെയും അന്വേഷിച്ച് നടക്കുക. ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. എന്തായാലും ദൈവം അയാൾക്ക് കൊടുത്ത വിധി കുറച്ച് കൂടുതലായിപ്പോയി.